ഒരു വൈറ്റ് ലൈറ്റ് ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൂര്യപ്രകാശത്തെ പ്രിസത്തിലൂടെ കടത്തിവിട്ടിട്ട് അതിനെ നമുക്കൊന്ന് സ്ക്രീനിൽ പതിപ്പിച്ച് നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഈ വൈറ്റ് ലൈറ്റ് ഈ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഈ വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് വിബ്ജിയോർ എന്ന് പറയുന്ന ആ ഒരു ബാൻഡിനെ നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? വൈറ്റ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് വിബ്ജിയോർ? വിബ്ജിയോർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എന്താ കടന്നു വരിക? മഴവില്ല്. മഴവില്ലിലെ 7 കളേഴ്സിനെയാണ് നമ്മൾ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മഴവില്ലെ 7 കളേഴ്സ് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ വിബ്ജിയോർ എന്ന് പറയുന്ന ലെറ്റേഴ്സ് കൊണ്ട് ആ കളേഴ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ വൈറ്റ് ലൈറ്റ് ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് വിബ്ജിയോർ എന്ന് പറയുന്ന 7 കളേഴ്സിനെ വൈറ്റ് സ്ക്രീനിൽ ഫോം ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ 7 കളേഴ്സിനും ഡിഫറെൻറ്റ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കണ്ടില്ലേ, ഇതിൽ റെഡ് കളറിനുള്ള ഡീവിയേഷൻ അല്ല വയലറ്റ് കളറിനുള്ളത്, അതുപോലെ ഗ്രീൻ കളറിനുള്ള ഡീവിയേഷൻ അല്ല ഓറഞ്ചിനുണ്ടാവുന്നത്. അപ്പോൾ ഈ 7 കളേഴ്സിനും ഉണ്ടാകുന്ന ഡീവിയേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഈ 7 കളേഴ്സും ഒരു ഓർഡറിലാണ്. ആ ഓർഡറാണ് വിബ്ജിയോർ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഓക്കെ, കണ്ടോ, ഇതിൽ ഏത് കളറിനാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ളത്? റെഡ് കളറിനാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഏത് കളറിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ളത്? വയലറ്റ് കളറിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ളത്. ഈ ഡീവിയേഷനും വേവ് ലെങ്ത്തും തമ്മിൽ ഓപ്പോസിറ്റാണ്. അതായത് ഏതിനാണോ ഡീവിയേഷൻ കുറവ് സംഭവിച്ചിട്ടുള്ളത് അതിനായിരിക്കും വേവ് ലെങ്ത് അഥവാ തരംഗദൈർഘ്യം കൂടുതലുള്ളത്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് എന്താണ്? തരംഗദൈർഘ്യം കുറവുള്ളതിന് ഡീവിയേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ ഡീവിയേഷൻ ഏറ്റവും കുറവ് റെഡിനാണ്, പക്ഷെ റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. ഡീവിയേഷൻ ഏറ്റവും കൂടുതൽ ഇവിടെ വയലറ്റിനാണ്, പക്ഷേ വയലറ്റിനാണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത്. വൈറ്റ് ലൈറ്റ് ഘടകവർണ്ണങ്ങളായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്പേർഷൻ കാരണം ഉണ്ടാകുന്ന ഈ കളേഴ്സിൻ്റെ അറേനെയാണ് നമ്മൾ വിസിബിൾ സ്പെക്ട്രം എന്നും പറയുന്നത്. എന്താണ് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്? കുറേ വർണ്ണങ്ങൾ കുറേ കളേഴ്സ് സംയോജിച്ചിട്ടുണ്ടാകുന്ന പ്രകാശത്തിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു റിഫ്രാക്റ്റീവ് മീഡിയത്തിലൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ആ വൈറ്റ് ലൈറ്റ് അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ ഒരു ഫിനോമിനൻ ആണ് എന്ത്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റ് സ്ക്രീനിൽ നമുക്ക് കിട്ടുന്ന ഒരു കളേർഡ് ബാൻഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെക്ട്രം എന്ന് പറയുന്നത്.